നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ വീടെന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് കിഴക്കമ്പലം 2020 പഞ്ചായത്ത് നിർമ്മിച്ച മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. റബ്ബറൈസ്ഡ് ചെയ്ത് ഭംഗിയാക്കിയ നല്ല വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KWA കണക്ഷനും നൽകിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിഴക്കമ്പലം പഞ്ചായത്തിലെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കമ്പലമാണ്, 2020 പഞ്ചായത്താണ്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരം, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ ദൂരവും, ആലുവയിലേക്ക് 7 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവും ഈ ഒരു വീട്ടിൽ നിന്നും വരുന്നുണ്ട്. മെയിൻ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളവും KWA കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ് നമുക്ക് കാണാം. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ്, അതും നല്ല ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. 6 പാളികളോട് കൂടിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു. സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സീലിംഗുകളിൽ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റിന് വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഓപ്പൺ കിച്ചൺ കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമുക്ക് ഈ കൗണ്ടറിൽ ലഭ്യമാണ്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ ടേബിൾ ടോപ്പായി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായ കിച്ചൺ, നല്ല ഹൈറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നമുക്കിവിടെ ലഭ്യമാണ്. ബാക്ക് സൈഡിൽ ഒരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു വാളിൽ വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് സൗകര്യമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഫൈബർ മെറ്റീരിയൽസിൻ്റെ മനോഹരമായ ഡോറിലാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ലഭ്യമാണ്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫുൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബാത്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയും ജാഗോർ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ലൊക്കേഷനിലാണ്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി നല്ലൊരു ഹൈറ്റ് കൂടിയ ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിലിനായി GI സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഫുൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ചുറ്റും വാൾ ടൈൽസുകളെല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യവും നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസായി യൂസ് ചെയ്യാവുന്ന ഒരു റൂമും മാത്രമല്ല ഒരു ബാൽക്കണിയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഏതാണ്ട് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി റൂമുമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല വാട്ടർ സോഴ്സിനായി KW കണക്ഷനും വെൽ വാട്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. എറണാകുളത്തൊക്കെ ഈസിയായി സഞ്ചരിക്കാവുന്ന ഒരു ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. മനോഹരമായ ഈ വീട് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യപ്പെട്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ 100% ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.